മുസ്ലിം ലീഗിന്റെ ശക്തികേന്ദ്രമായ തിരൂരങ്ങാടി മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥി മോഹികളുടെ തള്ളിക്കയറ്റം. പ്രദേശവാസിയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മണ്ഡലത്തിൽ മത്സരത്തിനില്ലെന്ന് അറിയിച്ചതോടെയാണ് സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം കൂടിയത്. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതൃത്വം അഭിപ്രായം ചോദിക്കുമ്പോൾ മാത്രം പേര് നൽകിയാൽ മതിയെന്നും അല്ലാതെ ആരുടെ പേരും നൽകേണ്ടതില്ലെന്നും മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. കൂടുതൽ പേർ സ്ഥാനാർത്ഥിത്വത്തിനായി സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് മണ്ഡലം കമ്മിറ്റി ഈ നിലപാട് എടുത്തത്. എന്നാൽ വനിതാ സ്ഥാനാർത്ഥിയെ വേണ്ടെന്നും നേതൃത്വത്തെ അറിയിച്ചു. പഞ്ചായത്ത് കമ്മിറ്റികളോട് താൽപര്യമുള്ള സ്ഥാനാർത്ഥികളുടെ പേര് നൽകാനും മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടറി KM ഷാജി, ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്, MSF പ്രസിഡന്റ് PK നവാസ്, മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, വനിതാ ലീഗ് നേതാവ് സുഹറ മമ്പാട് എന്നിവർക്ക് പുറമെ മണ്ഡലത്തിൽ നിന്നുള്ള ദുബായ് KMCC പ്രസിഡന്റ് PK അൻവർ നഹ, SDU നേതാവ് ഉമ്മർ ഒട്ടുമൽ, CK റസാഖ്, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് എന്നിവരുടെ പേരാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പരപ്പനങ്ങാടി നഗരസഭ PK അൻവർ നഹയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിന്ന് തന്നെ തീരദേശത്ത് നിന്നുള്ള ഉമ്മർ ഒട്ടുമലിനായി ഒരു വിഭാഗം ശ്രമം നടത്തുന്നുണ്ട്. സംഘാടകനും നേതൃഗുണവുമുള്ള അൻവർ നഹയുടെ പ്രവർത്തനങ്ങൾക്ക് താൽപര്യക്കുറവ് ഇല്ലെങ്കിലും ഒരേ കുടുംബത്തിൽ നിന്ന് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് എതിർപ്പാണ്. മാത്രമല്ല ദീർഘകാലമായി വിദേശത്തുള്ള ആളുമാണ്. ദീർഘകാലം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ അവുഖാദർ കുട്ടി നഹയുടെ മകനാണ് അൻവർ നഹ. താനൂർ, മഞ്ചേരി, തിരൂരങ്ങാടി മണ്ഡലങ്ങളിൽ MLA ആയിരുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബിന്റെ സഹോദരനാണ്. ഈ രണ്ടു പേർക്ക് പുറമെ ഇനി ഒരാൾക്കു കൂടി സീറ്റ് നൽകുന്നതിൽ പ്രവർത്തകർക്ക് താൽപര്യക്കുറവാണ്. ഉമ്മർ ഓട്ടുമൽ മണ്ഡലത്തിൽ സുപരിചിതൻ അല്ലെന്ന പോരായ്മയുമുണ്ട്. അതേസമയം ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും വിഭാഗീയത ബാധിക്കുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 5000-ലേറെ വോട്ടിന് പിറകിൽ ആകുമെന്നാണത്രേ നേതൃത്വത്തിന് ലഭിച്ച വിവരം. തിരൂരങ്ങാടിയിൽ നിന്ന് P അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ ജില്ലാ ഭാരവാഹിയുടെ താൽപര്യപ്രകാരം ആണത്രേ ഹമീദ് മാസ്റ്ററുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനവും മറ്റു പദവികളും ഒന്നിച്ചു വഹിക്കുന്ന ഹമീദ് മാസ്റ്റർക്കെതിരെ പ്രവർത്തകർക്കിടയിൽ നീരസമുണ്ടെന്നാണ് അറിയുന്നത്. മറ്റുള്ളവർക്കെല്ലാം സ്ഥാനം വഹിക്കുന്നതിൽ കർശന നിർദ്ദേശം നൽകിയിരുന്ന ആള് തന്നെ ഒന്നിലേറെ പദവികൾ വഹിക്കുന്നത് പ്രവർത്തകർക്കിടയിൽ അതൃപ്തിയുണ്ട്. മാത്രമല്ല മണ്ഡലത്തിൽ ഇദ്ദേഹം സ്വന്തം ടീമിനെ ഉണ്ടാക്കി വിഭാഗീയത ഉണ്ടാക്കുന്ന ആളെന്ന പ്രചാരണവും ശക്തമാണ്. ഇദ്ദേഹത്തോട് താൽപര്യമില്ലാത്ത വിഭാഗം KM ഷാജിക്കായി ശ്രമിക്കുന്നുണ്ട്. അതേസമയം പഞ്ചായത്ത് കമ്മിറ്റികളെല്ലാം യുവ നേതാക്കളോ പുതിയ ആളുകളോ വരണമെന്ന അഭിപ്രായമാണ് അറിയിച്ചിട്ടുള്ളത്. എടരിക്കോട്, പെരുമണ്ണ, ക്ലാരി, നന്നമ്പ്ര പഞ്ചായത്തുകൾ യുവജന നേതാക്കളായ PK ഫിറോസ്, PK നവാസ്, ഫൈസൽ ബാബു എന്നിവരെയാണ് താൽപര്യം അറിയിച്ചത്. തെന്നല പഞ്ചായത്ത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പേരാണ് നൽകിയത്. എന്നാൽ അത് ഒരു വിഭാഗത്തിന്റെ താൽപര്യപ്രകാരമാണെന്ന് പ്രവർത്തകർ പറയുന്നു. പെരുമണ്ണ ക്ലാരിയും തെന്നല പഞ്ചായത്തും മുൻ പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റും മണ്ഡലം ലീഗ് നേതാവുമായിരുന്ന CK റസാഖിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂത്ത് ലീഗ് കമ്മിറ്റി യുവാക്കളെയോ അല്ലെങ്കിൽ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെയോ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായത്തിലാണ്. ഞങ്ങൾക്ക് യൂത്തിനെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ മണ്ഡലം മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ നേതൃത്വത്തിന്റെയും മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒരു യൂത്തിനെ നൽകണം എന്ന് തന്നെയാണ് തിരൂരങ്ങാടി നിയോജക കമ്മിറ്റിയുടെ ഒരു ആവശ്യം. അതേസമയം താഴേക്കിടയിലുള്ള ഒരൊറ്റ കമ്മിറ്റിയും നിലവിലെ MLA KPA മജീദിനെ നിർദ്ദേശിച്ചിട്ടില്ല എന്ന കൗതുകവുമുണ്ട്. എന്നാൽ ലീഗ് നേതൃത്വത്തോട് നേരത്തെ തന്നെ തന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് KPA മജീദ് തിരൂരങ്ങാടി ടുഡേയോട് പറഞ്ഞു. ഒന്നും പറയാൻ പറ്റില്ല. ഇലക്ഷൻ സംബന്ധിച്ച് നമുക്ക് പറയാൻ അധികാരമില്ല. പാർട്ടി തീരുമാനം വരാതൊന്നും പറയാൻ പറ്റില്ല. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ മത്സരിക്കും. അതും പറഞ്ഞില്ല. എൻ്റെ കാര്യത്തെ പറ്റി അതൊന്നും പറയില്ല. അങ്ങനെ ഇപ്പോൾ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് നിലപാടില്ലായല്ല, ഞാൻ എൻ്റെ ശീലമല്ല. പാർട്ടി അറിയിക്കുക എന്നല്ലാതെ പാർട്ടിക്ക് അതീതനാണോ? അധീനല്ല, പാർട്ടി തീരുമാനിക്കുക എന്നല്ലാതെ എൻ്റെ നിലപാട് അറിയിച്ചു, അത് പാർട്ടി തീരുമാനിക്കുക. അല്ലാതെ നേരത്തെ പറഞ്ഞ ഒരു പ്രതികരിക്കില്ല.
കഴിഞ്ഞ തവണ തന്നെ അപ്രതീക്ഷിതമായാണ് KPA മജീദ് തിരൂരങ്ങാടിയിൽ സീറ്റ് നേടിയത്. ഒറ്റ മണ്ഡലം കമ്മിറ്റികളും താൽപര്യപ്പെടാത്തതിനെ തുടർന്ന് സീറ്റ് ലഭിക്കാതിരുന്ന മജീദിന് തിരൂരങ്ങാടിയിലെ ഒരു നേതാവിന്റെ ഇടപെടലാണ് തിരൂരങ്ങാടിയിൽ സീറ്റ് ലഭിക്കാൻ കാരണമെന്നാണ് ലീഗ് പ്രവർത്തകർ പറയുന്നത്. PMA സലാമിന് സീറ്റ് ലഭിക്കാതിരിക്കാനാണത്രേ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള ലീഗിന്റെ പ്രമുഖ കുടുംബാംഗമായ നേതാവ് KPA മജീദിനെ തിരൂരങ്ങാടിയിലേക്ക് എത്തിച്ചത്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. പാണക്കാട് പോയി ലീഗ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു. ഈ നേതാവ് ഇത്തവണയും സ്വകാര്യമായി ഇത്തരം സൂത്രം ഒപ്പിക്കുമോ എന്ന ആശങ്ക മറ്റു ലീഗ് നേതാക്കളിലും പ്രവർത്തകരിലുമുണ്ട്. PMA സലാം തിരൂരങ്ങാടിയിൽ മത്സരത്തിനില്ലെന്ന് അറിയിച്ചതോടെയാണ് ഇത്രയധികം സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റമുണ്ടായത്. അതേസമയം ആളുകളുടെ എണ്ണം കൂടിയതിനാൽ തർക്കം ഒഴിവാക്കാനായി മണ്ഡലത്തിൽ സലാമിന് മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായവുമുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വം സലാമിനെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയേക്കും. അതേസമയം നഗരസഭയേക്കാൾ ലീഗിന് സ്വാധീനം പഞ്ചായത്തുകളിലാണ്. 2015 തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ലീഗിനെ തുണച്ചത് പഞ്ചായത്തുകളാണ്. ഇരു സ്ഥാനാർത്ഥികളുടെയും മുനിസിപ്പാലിറ്റിയായ പരപ്പനങ്ങാടിയിൽ അബ്ദുറബ് 4000-ോളം വോട്ടിന് പിന്നിലായിരുന്നു. തിരൂരങ്ങാടിയിൽ നിന്നാകട്ടെ 1000 വോട്ടിന് താഴെയാണ് ഭൂരിപക്ഷം നൽകിയത്. ബാക്കി 4 പഞ്ചായത്തുകൾ നല്ല ലീഡ് നൽകിയതിനാലാണ് അന്ന് 5000-ോളം വോട്ടിന് ലീഗ് രക്ഷപ്പെട്ടത്. ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ വിജയം തന്നെ ഉറപ്പില്ലെന്ന് ഉന്നത നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ MLAയുടെ പ്രവർത്തന പോരായ്മയും മോശം സ്ഥാനാർത്ഥിയുമാണെങ്കിൽ പിന്നെ മണ്ഡലം നോക്കേണ്ടതില്ലെന്നാണ് പ്രാദേശിക ഭാരവാഹികൾ നേതൃത്വത്തെ അറിയിച്ചത്. ഇക്കാലം വരെ മുതിർന്നവരെ മാത്രം സ്ഥാനാർത്ഥികൾ ആക്കിയതിനാൽ മണ്ഡലത്തിൽ അതിന്റെ പോരായ്മകൾ കാണുന്നുണ്ടെന്നും യുവനേതാക്കളെ പരിഗണിച്ചാൽ പ്രവർത്തകർക്ക് അത് ഊർജ്ജമാകുമെന്നും ഭാരവാഹികൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ ആര് സ്ഥാനാർത്ഥിയായി വരുമെന്ന് കാത്തിരിക്കുകയാണ് പ്രവർത്തകർ. അതേസമയം LDF UDF സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞ ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. അഴക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ്. മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി. നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിലക്കം. തൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.